സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒത്തിരിയേറെ ആളുകൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടൊക്കെ കമൻറ്റുകൾ ഇട്ടത് ഞാൻ വായിച്ചു. ഒത്തിരിയേറെ ആളുകൾ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. പലർക്കും അവരോട് പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് അറിഞ്ഞതിൽ ഒത്തിരിയേറെ സന്തോഷം. അതേപോലെ നെഗറ്റീവായിട്ട് പറഞ്ഞവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. കാരണം ഞാനൊരു മൂവി റിവ്യൂവർ അല്ല. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഞാൻ ആ ഒരു മൂവി കണ്ടതിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ തലമുറ എങ്ങനെയാണ് അതുപോലെയുള്ള വയലൻസ് രംഗങ്ങളോട് പ്രതികരിക്കുന്നത്, അവരുടെ മനോഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. ആ സിനിമ കാണാമോ എന്നൊരു ടൈറ്റിലായിരിക്കും ഒരു പക്ഷേ ഞാൻ ആ ഒരു മൂവിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്ന് നിങ്ങളെ ചിന്തിപ്പിച്ചത്. പക്ഷേ അങ്ങനെയല്ല. അതുപോലെയുള്ള ചിത്രങ്ങൾ ഇന്നത്തെ തലമുറയെ ഒത്തിരിയേറെ ബാധിക്കുന്നുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് കൂടുതലായിട്ട് സംസാരിച്ചത്. എന്തായാലും അത് ഒത്തിരിയേറെ ആളുകൾ കണ്ടു, ഒത്തിരിയേറെ ആളുകൾ അതിന് പ്രതികരണം നൽകി എന്നതിൽ ഒത്തിരിയേറെ സന്തോഷം. ഗവൺമെൻറ്റും അതിൻ്റേതായ രീതിയിൽ ആ ചിത്രത്തെ കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ടി വികളിൽ പോലും അത് പ്രദർശിപ്പിക്കരുത് എന്ന രീതിയിൽ പറഞ്ഞത്. മാത്രമല്ല, നിർമ്മാതാവും ഈ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ അതുപോലെയല്ല ആഗ്രഹിച്ചത്, അതിൻ്റെ അപ്പുറത്തേക്ക് അത് പോയി എന്ന് അവരും കുറ്റസമ്മതം നടത്തുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കണ്ട ഒരു കാഴ്ചയാണ്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ മൂവീസ് എടുക്കാം, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. ഇതുപോലെയുള്ള മൂവികൾ ചിത്രീകരിക്കുമ്പോഴും എന്താണ് അതിലൂടെ സംവിധായകനോ അല്ലെങ്കിൽ മറ്റ് നിർമ്മാതാക്കൾ അതിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു സന്ദേശം അറ്റ് ദി എൻഡ് അവർക്ക് ആ നടന്മാരിൽ ആരെങ്കിലും വെച്ച് ഒന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, ഞങ്ങളിവിടെ ഒത്തിരിയേറെ വയലൻസ് കാണിച്ചിട്ടുണ്ട്, അതൊരിക്കലും നിങ്ങളെ ബാധിക്കാൻ വേണ്ടിയല്ല. കാരണം ഇതിലൂടെ എന്താണ് അവരുദ്ദേശിക്കുന്നത്, കാരണം അവരുദ്ദേശിച്ച ഒരു മെസ്സേജ് അല്ല ജനങ്ങളിലേക്ക് എത്തിയത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ ഒരു സജഷൻ എന്ന രീതിയിൽ എനിക്ക് മനസ്സിൽ തോന്നിയത് ഇതാണ്. ഓരോ ചിത്രങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഇൻ്റർവെലിൻ്റെ ഇടയിലൊക്കെ അതിൽ അഭിനയിച്ച നടന്മാരോ നടിമാരോ പറയും സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. ആ ഒരു രീതിയിൽ അവസാനം ഇപ്പോൾ ചിത്രമെല്ലാം അവസാനിച്ചതിന് ശേഷം അതിലെ ഒരു നടനോ നടിയോ അവിടെ ഒരു സന്ദേശം കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്കാണെങ്കിലും ഞങ്ങൾ ഈ പടത്തിലൂടെ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, അത് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന നാശമായിരിക്കും, അല്ലെങ്കിൽ ഇത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ആ കാണുന്ന വ്യക്തികൾക്ക് സ്ട്രൈക്ക് ചെയ്യും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്കറിഞ്ഞുകൂടെ എൻ്റെ ചെറിയ അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചു എന്ന് മാത്രം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് നൽകുന്ന നല്ലൊരു ഉപദേശം 1 തിമോത്തിയോസ് 4:12 നമുക്ക് വായിക്കാൻ സാധിക്കും. ആരും നിൻ്റെ പ്രായക്കുറവിനെ കുറിച്ച് ഓർത്ത് നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. നിൻ്റെ വാക്കുകളിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കും. തിമോത്തിയോസിനോട് പറയുന്ന ഒരു ഉപദേശമാണ്. ഇന്നത്തെ യുവതലമുറയും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശമായിട്ട് എനിക്കതിനെ തോന്നി. കാരണം നിൻ്റെ പ്രായക്കുറവിനെ പ്രതി നീ ആരുടെ മുമ്പിൽ അവഗണിക്കാതിരിക്കണമെങ്കിൽ നീ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നാണ് തിമോത്തിയോസിനോട് പൗലോസ് ലീഗ പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട മേഖല ഏതാണ്? നമ്മുടെ വാക്കുകൾ ഒരിക്കലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന ഒന്നായിരിക്കരുത്, അല്ലേ? മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക, മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിൽ സ്നേഹത്തോടെ ആ വാക്കുകൾ ഉപയോഗിക്കാൻ, നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കുകയാണ്, നിൻ്റെ പെരുമാറ്റത്തിൽ നീ ശ്രദ്ധിക്കണം, അല്ലേ? ഇന്നത്തെ യുവതലമുറയോട് നമ്മുടെ മാതാപിതാക്കൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും പറഞ്ഞു കൊടുക്കാവുന്ന ഒരു വചനം തന്നെയാണിത്. 1 തിമോത്തിയോസ് 4:12. നിൻ്റെ വാക്കുകളിൽ, പെരുമാറ്റത്തിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയുടെ മുമ്പിൽ നീ മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയാകണം എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിൻ്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കണം, നിൻ്റെ പെരുമാറ്റം നീ ശ്രദ്ധിക്കണം. നീ സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് മാറും. ആ ഒരു വിളിയാണ് ഇന്ന് നമുക്കെല്ലാവർക്കും ദൈവം നൽകിയിട്ടുള്ളത്. ആ വിളി സ്വീകരിക്കുമ്പോൾ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തരത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പെരുമാറ്റമാണോ ഞാൻ നടത്തുന്നത്? മറ്റുള്ളവരുടെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഒരു പെരുമാറ്റമാണോ എനിക്കുള്ളത്? അതോ ദുർമാതൃക നൽകുന്ന ഒരു പെരുമാറ്റമാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് ശ്രദ്ധിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ സ്നേഹത്തിലായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുക, അവരായിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുക നമ്മൾ പഠിക്കുക.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിശ്വാസം, ദൈവത്തിൽ ആഴമേറിയ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലും ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എനിക്കിത് ചെയ്യാൻ സാധിക്കും എന്ന ഒരു കോൺഫിഡൻസ് നമ്മൾ വളർത്തിയെടുക്കും, അല്ലേ? ഒരു കാര്യത്തിലേക്ക് വിശ്വാസമില്ലാതെ നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ വിശ്വാസത്തിലും നീ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, നിൻ്റെ പ്രവൃത്തികളിൽ എന്ത് തരത്തിലാണെങ്കിലും നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കുവാൻ നിനക്ക് സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിശുദ്ധി. ജീവിത വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഞാനൊരു സമൂഹത്തിലായിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ വിശുദ്ധിയോടെ ഞാൻ ജീവിക്കുമ്പോൾ അത് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്, അല്ലേ? ഞാൻ അശുദ്ധിയോടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ഒരിക്കലും മറ്റുള്ളവരെ എന്നിലേക്ക് ആകർഷിക്കാൻ സാധിക്കില്ല. അതേസമയം ജീവിത വിശുദ്ധിയിൽ ഞാൻ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അത് മറ്റുള്ളവർക്കും ഒരു മാതൃകയായിരിക്കും. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് വളരെ പ്രത്യേകമായിട്ട് പൗലോസ് ശ്ലീഹ ഈ ഒരു ഉപദേശം നൽകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഞാനും ആഗ്രഹിക്കുന്ന ഇതാണ്, ഇന്നത്തെ തലമുറയോട് നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ തന്നെ ഗുരുഭൂതർ ഈ ഒരു ഉപദേശം കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. മക്കളെ, നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് മാറണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിൻ്റെ വാക്കുകളിൽ നീ ശ്രദ്ധിക്കുക, നിൻ്റെ പെരുമാറ്റത്തിൽ നീ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നിൻ്റെ സ്നേഹത്തിലും തെറ്റായ സ്നേഹബന്ധങ്ങളിലേക്കല്ല, നിൻ്റെ സ്നേഹം അതൊരു പ്യുവർ സ്നേഹമായിരിക്കണം, മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒന്നായിരിക്കണം, അതോടൊപ്പം ആരെയും തെറ്റായ വഴികളിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കരുത്. അത് നീ ശ്രദ്ധിക്കണം. അതുപോലെ നിൻ്റെ വിശ്വാസവും അതുപോലെ നിൻ്റെ ജീവിത വിശുദ്ധിയും എല്ലാം നീ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു മാതൃകയാകും എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി നീ ഒരു മാതൃകയായിട്ട് മാറും, മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ഒരു വ്യക്തിയായിട്ട് നീ തീരും. അപ്പോൾ അതിന് സഹായിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങളെ കൊണ്ടെത്തിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുക. ഒരു മൂവി റിവ്യൂ ചെയ്ത് മുന്നോട്ട് പോകാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് ഇതിലൂടെയുള്ള ആ സന്ദേശങ്ങൾ എടുക്കുക. നമ്മളൊരു മൂവി അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആ ഒരു കപ്പാസിറ്റി ഉണ്ടാകണമെന്നില്ല, അല്ലേ? നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഒന്ന് ഓർത്തിരിക്കേണ്ടത് ഇതാണ്, എല്ലാവർക്കും കഴിവുകൾ ദൈവം കൊടുത്തിരിക്കുന്നത് ഒത്തിരിയേറെ വ്യത്യാസമുണ്ട്. ചിലർക്ക് ഒത്തിരി കൂടുതൽ കൊടുത്തിരിക്കാം, ചിലർക്ക് വളരെ പരിമിതമായ കഴിവുകളായിരിക്കും. പക്ഷേ അത് നല്ലതിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറുക. നിനക്ക് കിട്ടിയിരിക്കുന്ന കഴിവുകൾ എത്ര നിസ്സാരമാണെങ്കിലും നീ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിൻ്റെ ചെറിയ രീതിയിൽ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് ഒരു മാതൃകയായിട്ട് മാറുവാൻ സാധിക്കും. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന തരത്തിൽ ചെയ്യുവാൻ പരിശ്രമിക്കുക. അതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്രയും വേഗം എത്തുന്നതായിരിക്കും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക.